ഇതാണോ ദൈവം? ഈ തീ അണഞ്ഞാൽ പിന്നെ ദൈവം ഇല്ലാതാകുമോ? ഇവിടെ തീയില്ല, വിഗ്രഹങ്ങളില്ല, എങ്കിലും പ്രാർത്ഥനയിൽ ഒരു സമാധാനമുണ്ട്. പിതാവേ, നമ്മുടെ മതത്തെക്കാൾ ഉത്തമം ഞാൻ കണ്ട വിശ്വാസമാണ്. നീ എന്റെ മകനാണ്, എന്റെ വിശ്വാസം ഉപേക്ഷിക്കില്ല. ആർക്കാണ് ഈ അടിമയെ വേണ്ടത്? സൽമാൻ നമ്മുടെ കുടുംബമാണ്. സത്യം തേടിയുള്ള യാത്രയിൽ സ്വന്തം ജീവിതം തന്നെ ഹോമിക്കാൻ കഴിയുമോ? കിരീടവും ചെങ്കോലും ഉപേക്ഷിച്ച് മാതാപിതാക്കളെ വേർപിരിഞ്ഞ് ഒടുവിൽ ഒരടിമയായി മാറേണ്ടി വന്നാലും ആ സത്യം കണ്ടെത്തുമെന്ന് വാശി പിടിച്ച ഒരാളുടെ കഥയാണിത്. പേർഷ്യയിലെ രാജകുമാരനിൽ നിന്ന് മദീനയുടെ മണ്ണിലെത്തി അവസാനം പ്രവാചക കുടുംബത്തിലെ ഒരംഗമായി മാറിയ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ഐതിഹാസികമായ ജീവിതയാത്ര. കഥ തുടങ്ങുന്നത് പുരാതന പേർഷ്യയിലാണ്, ഇന്നത്തെ ഇറാൻ. ഇസ്ഫഹാൻ നഗരത്തിലെ വലിയൊരു പ്രഭുവിന്റെ മകനായാണ് സൽമാൻ ജനിക്കുന്നത്. അന്ന് അവരുടെ മതം മജൂസി അഥവാ അഗ്നിയാരാധനയായിരുന്നു. അച്ഛന് മകനെന്ന് വച്ചാൽ ജീവനാണ്. കൊട്ടാരത്തിനുള്ളിൽ അതീവ സുരക്ഷയിലാണ് അദ്ദേഹം സൽമാനെ വളർത്തിയത്. വീടിനുള്ളിലെ അവർ ആരാധിക്കുന്ന തീക്കുണ്ടം കെടാതെ സൂക്ഷിക്കുക എന്നതായിരുന്നു സൽമാന്റെ പ്രധാന ജോലി. പക്ഷേ പുറമെ ആളിക്കത്തുന്ന ആ തീയിനേക്കാൾ വലിയൊരു തീ സൽമാന്റെ ഉള്ളിൽ കത്തിജ്വലിക്കുന്നുണ്ടായിരുന്നു. ഇതാണോ ദൈവം? ഈ തീ അണഞ്ഞുപോയാൽ പിന്നെ ദൈവമില്ലേ? ഇതാണോ ദൈവം? ഈ തീ അണഞ്ഞാൽ പിന്നെ ദൈവം ഇല്ലാതാകുമോ? അങ്ങനെ അനേകം സംശയങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ വേട്ടയാടിയിരുന്നു. ഒരു ദിവസം പിതാവിന്റെ കൃഷിയിടത്തിലേക്ക് പോകുന്ന വഴിയിൽ സൽമാൻ ഒരു കാഴ്ച കണ്ടു. ഒരു ക്രിസ്ത്യൻ പള്ളി. അതിനുള്ളിൽ നിന്ന് പ്രാർത്ഥനാ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. കൗതുകം തോന്നിയ അദ്ദേഹം അതിനുള്ളിലേക്ക് കയറി ചെന്നു. ഇവിടെ തീയില്ല, വിഗ്രഹങ്ങളില്ല, എങ്കിലും പ്രാർത്ഥനയിൽ ഒരു സമാധാനമുണ്ട്. അവർ വിഗ്രഹങ്ങളെയോ തീയിനെയോ ആരാധിക്കുന്നില്ല. അവർ ഏകനായ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. സൽമാൻ അത്ഭുതപ്പെട്ടുപോയി. സൂര്യൻ അസ്തമിക്കുന്നത് വരെ അദ്ദേഹം അവിടെ തന്നെ നിലയുറപ്പിച്ചു. തിരികെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം പിതാവിനോട് ചോദിച്ചു, പിതാവേ, നമ്മുടെ മതത്തെക്കാൾ ഉത്തമം ഞാൻ കണ്ട വിശ്വാസമാണ്. നീ എന്റെ മകനാണ്, എന്റെ വിശ്വാസം ഉപേക്ഷിക്കില്ല. ആ പ്രഭുവിന് അത് സഹിക്കാനായില്ല. മകൻ കൈവിട്ടു പോകുമെന്ന് ഭയന്ന അയാൾ സൽമാനെ കാലിൽ ചങ്ങലയിട്ട് വീടിനുള്ളിൽ കൂട്ടിവിട്ടു. പക്ഷേ സത്യം കണ്ടെത്താത്തിടത്തോളം ആ ആത്മാവിനെ തളച്ചിടാൻ ചങ്ങലകൾക്ക് കഴിയില്ലല്ലോ. സിറിയയിലേക്ക് പോകുന്ന ഒരു ക്രിസ്ത്യൻ സംഘം നഗരത്തിൽ എത്തിയെന്നറിഞ്ഞപ്പോൾ സൽമാൻ ചങ്ങലകൾ പൊട്ടിച്ച് കൊട്ടാരത്തിൽ നിന്നും ഓടിപ്പോയി. എല്ലാം ഉപേക്ഷിച്ച് വെറുമൊരു സാധാരണക്കാരനായി സത്യം തേടി അലയുന്ന ഒരു അന്വേഷിയായി അദ്ദേഹം ആ സംഘത്തോടൊപ്പം ചേർന്നു. പിന്നീട് അങ്ങോട്ട് നീണ്ട യാത്രകളായിരുന്നു. സിറിയയിലെത്തിയ അദ്ദേഹം ഒരു വലിയ പുരോഹിതന്റെ കൂടെ കൂടി. യാഥാർത്ഥ്യം പഠിക്കുകയും അന്വേഷിക്കുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പക്ഷേ ആ പുരോഹിതൻ ഒരു ചതിയനായിരുന്നു. ജനങ്ങളിൽ നിന്ന് പണം വാങ്ങി സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു കള്ളസിദ്ധൻ. സൽമാൻ അത് വെറുത്തിരുന്നു. പക്ഷേ ദൈവത്തിലുള്ള വിശ്വാസം അദ്ദേഹം കൈവിട്ടില്ല. ആ പുരോഹിതന്റെ മരണശേഷം അദ്ദേഹം സത്യസന്ധരായ പല പണ്ഡിതന്മാരുടെയും അടുത്തേക്ക് ചെന്നു. മൗസിലേക്കും അവിടുന്ന് നിസീബിനിലേക്കും പിന്നെ അമൂരിയിലേക്കും അങ്ങനെ പല വർഷങ്ങൾ കടന്നുപോയി. യൗവനം മധ്യവയസ്സിലേക്ക് കടന്നിരിക്കുന്നു. ഓരോ ഗുരുനാഥനും മരിക്കുമ്പോൾ സൽമാൻ ചോദിക്കും, ഇനി ഞാൻ എങ്ങോട്ട് പോകണം? അങ്ങനെ അവസാനത്തെ പുരോഹിതനും മരണക്കിടക്കയിലായി. അദ്ദേഹം സൽമാനോട് പറഞ്ഞു, മകനെ ഈ നിന്നെ ആരെ ഏൽപ്പിടും എനിക്കറിയില്ല. പക്ഷെ അറബ് നാട്ടിൽ ഒരു പ്രവാചകൻ വരാനുണ്ട്. അറബ് നാട്ടിലായിരിക്കും അദ്ദേഹം വരിക. ഈന്തപ്പനകൾ ധാരാളമുള്ള
രണ്ട് കറുത്ത മലകൾക്കിടയിലുള്ള ഒരു പ്രദേശത്ത്. ആ പ്രവാചകന് 3 ലക്ഷണങ്ങൾ ഉണ്ടാകും. ഒന്ന്, അദ്ദേഹം ദാനധർമ്മം അഥവാ സ്വതക്കകൾ സ്വീകരിക്കില്ല. 2, അദ്ദേഹം സമ്മാനങ്ങൾ ഹദിയകൾ സ്വീകരിക്കും. 3, അദ്ദേഹത്തിന്റെ 2 തോളുകൾക്കിടയിൽ പ്രവാചകത്വത്തിന്റെ മുദ്രയുണ്ടായിരിക്കും. ഇതായിരുന്നു ആ അടയാളങ്ങൾ. അറേബ്യയിലേക്ക് പോകാനായി സൽമാൻ തന്റെ സമ്പാദ്യം മുഴുവൻ നൽകി ഒരു കച്ചവട സംഘത്തോടൊപ്പം യാത്ര തിരിച്ചു. പക്ഷേ ക്രൂരന്മാരായ ആ സംഘം മരുഭൂമിയിൽ വെച്ച് അദ്ദേഹത്തെ ചതിച്ചു. രാജകുമാരനായിരുന്ന സൽമാനെ അവർ ഒരു ജൂതന് അടിമയായി വിറ്റു. സത്യം തേടി ഇറങ്ങിയ ആ മനുഷ്യൻ ഇപ്പോൾ വെറും ഒരു അടിമയാണ്. കൈകളിലും കാലുകളിലും വീണ്ടും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ജൂതൻ പിന്നീട് അദ്ദേഹത്തെ മദീനയിലുള്ള ഒരാൾക്ക് മറിച്ചു വിറ്റു. മദീന കണ്ടപ്പോൾ സൽമാന്റെ കണ്ണുകൾ നിറഞ്ഞു. അതെ, പുരോഹിതൻ പറഞ്ഞ അതേ സ്ഥലം, ഈന്തപ്പനകളുടെ നാട്, കറുത്ത മലകൾ. തന്റെ ലക്ഷ്യസ്ഥാനത്ത് താൻ എത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. എന്നാൽ താൻ ഇപ്പോഴും ഒരടിമയാണെന്ന സത്യം അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. അദ്ദേഹം കാത്തിരുന്നു ആ പ്രവാചകന്റെ വരവിനായി, സത്യദൂതന്റെ പിറവിക്കായി. ഒരു ദിവസം സൽമാൻ ഈന്തപ്പനയുടെ മുകളിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് താഴെ നിന്ന് യജമാനൻ പറയുന്നത് കേട്ടത്. മക്കയിൽ നിന്ന് ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട്, അയാൾ പ്രവാചകനാണത്രേ. ഇത് കേട്ടതും സൽമാൻ വിറച്ചുപോയി. മരത്തിൽ നിന്ന് വീഴാൻ പോയ അദ്ദേഹം വേഗം താഴെ ഇറങ്ങി. ഇനി പരീക്ഷണങ്ങളുടെ സമയമാണ്. ആ 3 അടയാളങ്ങൾ സൽമാന്റെ മനസ്സിലുദിച്ചു. അന്ന് വൈകുന്നേരം അദ്ദേഹം കുറച്ച് ഈന്തപ്പഴവുമായി പ്രവാചകന്റെ സന്നിധിയിലെത്തി. ഇതൊരു സ്വതക്കയാണ്, ദാനധർമ്മമാണ്, റസൂലിനോട് പറഞ്ഞു. പ്രവാചകൻ അതെടുക്കാൻ തയ്യാറായില്ല. മറിച്ച് കൂടെയുള്ളവരോട് കഴിക്കാൻ പറഞ്ഞു. സൽമാൻ മനസ്സിൽ കുറിച്ചു, 1ാമത്തെ അടയാളം സത്യമായിരിക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ചെന്നു. ഇത്തവണ പറഞ്ഞു, ഇതൊരു സമ്മാനമാണ്, ഹദിയയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയോടെ അത് സ്വീകരിക്കുകയും കഴിക്കുകയും ചെയ്തു. സൽമാൻ ഉറപ്പിച്ചു, 2ാമത്തെ അടയാളവും സത്യമാണ്. ഇനി 3ാമത്തേത്, ആ മുദ്ര കാണണം. ഒരു ദിവസം ഒരു മയ്യത്ത് മറവ് ചെയ്യുന്ന സമയത്ത് സൽമാൻ പ്രവാചകന്റെ പിന്നിലൂടെ നടന്നു. സൽമാന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ കാരുണ്യവാനായ പ്രവാചകൻ തന്റെ മേൽത്തട്ടം ഒന്ന് താഴ്ത്തിക്കൊടുത്തു. അതാ അവിടെ ആ 2 തോളുകൾക്കിടയിൽ പ്രവാചകത്വത്തിന്റെ മുദ്ര തിളങ്ങുന്നുണ്ടായിരുന്നു. സൽമാന് പിടിച്ചു നിൽക്കാനായില്ല. അദ്ദേഹം ഓടിച്ചെന്ന് പ്രവാചകനെ കെട്ടിപ്പിടിച്ച് ഒട്ടിപ്പൊട്ടി കരയാൻ തുടങ്ങി. ആ മുദ്രയിൽ ചുംബിച്ചു. വർഷങ്ങളുടെ കാത്തിരിപ്പാണ്, വർഷങ്ങളുടെ ത്യാഗമാണ്, എല്ലാം സഫലമായിരിക്കുന്നു. അദ്ദേഹം തന്റെ കഥ പ്രവാചകന് മുന്നിൽ വിവരിച്ചു. സൽമാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പക്ഷെ അദ്ദേഹം ഒരടിമയായി തുടർന്നിരുന്നു. ആർക്കാണ് ഈ അടിമയെ വേണ്ടത്? അദ്ദേഹത്തെ മോചിപ്പിക്കാൻ യജമാനൻ ചോദിച്ചത് അസാധ്യമായ വിലയായിരുന്നു. 300 ഈന്തപ്പനകൾ വെച്ചു പിടിപ്പിക്കണം, അവ കായ്ക്കുകയും വേണം. ഇവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം നമുക്ക് കാണാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ സഹോദരനെ സഹായിക്കുക. അങ്ങനെ അവർ 300 തൈകൾ കൊണ്ടുവന്നു. ആ തൈകൾ മുഴുവൻ നബി തന്റെ കൈകൾ കൊണ്ട് തന്നെ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ആ വർഷം തന്നെ അവയെല്ലാം കുലച്ചു. അങ്ങനെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അടിമത്തത്തിന്റെ ബന്ധനത്തിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രനായി. പിന്നീട് ഖന്തക് യുദ്ധത്തിന്റെ കാലമാണ്.
മദീനയെ സംരക്ഷിക്കാൻ കിടങ്ങുകുഴിക്കാനുള്ള ആശയം സൽമാന്റേതായിരുന്നു. കിടങ്ങ് കുഴിക്കുമ്പോൾ മുഹാജിറുകൾ പറഞ്ഞു, സൽമാൻ ഞങ്ങളുടെ ആളാണ്. അൻസാറുകൾ പറഞ്ഞു, അല്ല, സൽമാൻ ഞങ്ങളുടെ പക്ഷക്കാരനാണ്. തർക്കം പ്രവാചകന്റെ സന്നിധിയിലെത്തി. അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സൽമാൻ നമ്മുടെ കുടുംബമാണ്. സൽമാൻ മിന്ന അഹ്ലുൽ ബൈത്ത്. സൽമാൻ നമ്മളിൽപ്പെട്ടവനാണ്, എന്റെ വീട്ടുകാരനാണ്. ആ വാക്യം കേട്ടതു മുതൽ സൽമാൻ വല്ലാത്തൊരു നിർവൃതിയിലാണ്. എന്തൊരു പദവിയാണത്! പേർഷ്യയിലെ കൊട്ടാരത്തിൽ ജനിച്ച, പിന്നീട് അടിമയായി വിൽക്കപ്പെട്ട ഒരാൾ അവസാനം പ്രവാചകന്റെ കുടുംബാംഗമായി മാറിയിരിക്കുന്നു. സത്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന സമ്മാനം ഇതാണ്. കാലങ്ങൾ കടന്നുപോയി. ഇസ്ലാമിക സാമ്രാജ്യം ഭൂഖണ്ഡങ്ങളിലേക്ക് വികസിച്ചു. സൽമാൻ റളിയല്ലാഹു അൻഹു തന്റെ സ്വന്തം നാടായ പേർഷ്യയിലേക്ക് മടങ്ങിപ്പോയി. പക്ഷേ ഒരഭയാർത്ഥിയായല്ല, മറിച്ച് മുസ്ലിം സൈന്യത്തിന്റെ കമാൻഡർമാരിൽ ഒരാളായി. അദ്ദേഹത്തെ അവിടുത്തെ ഗവർണറായി നിയമിച്ചു. എന്നുവെച്ചാൽ ഒരു കാലത്ത് അദ്ദേഹം ഓടിപ്പോകേണ്ടി വന്ന നാടിന്റെ ഭരണാധികാരിയായി. പക്ഷെ ആ പദവി സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ മാറ്റിയില്ല. അദ്ദേഹം കൊട്ടാരത്തിൽ താമസിക്കാൻ കൂട്ടാക്കിയില്ല. പകരം ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങി. ആളുകൾ നിർബന്ധിപ്പിച്ചപ്പോൾ തലമുട്ടുന്നത്ര ഉയരവും കാൽ നീട്ടിവെക്കാൻ പോലും വിസ്തൃതിയില്ലാത്ത ഒരു ചെറിയ കുടിൽ അദ്ദേഹം തനിക്കായി പണിതു. ഒരിക്കൽ ദൂരനാട്ടിൽ നിന്ന് വന്ന ഒരു കച്ചവടക്കാരൻ തന്റെ സാധനങ്ങൾ ചന്തയിലേക്ക് ചുമക്കാൻ ഒരാളെ തിരയുകയായിരുന്നു. ഗവർണറായ സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടും അദ്ദേഹത്തിന്റെ ലളിതമായ വേഷം കാരണം കച്ചവടക്കാരന് ഗവർണറായ സൽമാനെ മനസ്സിലായില്ല. കച്ചവടക്കാരൻ പറഞ്ഞു, ഹേയ്, ഈ സാധനങ്ങൾ ചുമക്കാൻ എന്നെ സഹായിക്കാമോ? ഒരു മടിയും കൂടാതെ സൽമാൻ റളിയല്ലാഹു അൻഹു ആ ഭാരം ചുമന്ന് ചന്തയിലേക്ക് നടന്നു. വഴിയിൽ വെച്ച് ആളുകൾ ഗവർണറെ തിരിച്ചറിഞ്ഞ് ഓടിക്കൂടി സഹായിക്കാൻ ശ്രമിച്ചപ്പോൾ കച്ചവടക്കാരൻ ഞെട്ടിപ്പോയി. അയാൾ സൽമാനോട് മാപ്പ് ചോദിച്ചു. സൽമാൻ റളിയല്ലാഹു അൻഹു തിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ മാപ്പ് ചോദിക്കുന്നത്? നിങ്ങൾ ഒരു സഹായം ചോദിച്ചു, ഞാനത് ചെയ്യുന്നു. ഞാൻ ഈ ഭാരം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും. ഇതായിരുന്നു സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. സത്യം തേടി എല്ലാം ത്യജിച്ചവൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് ഇഹലോകത്തും പരലോകത്തും ഏറ്റവും ഉന്നതമായ പദവി നൽകി ആദരിച്ചു.